നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. 1000 സ്വലാത്ത് പതിവാക്കുന്നവരും 1000 സ്വലാത്ത് പതിവാക്കാൻ ശ്രമിക്കുന്നവരും ഇതുവരെ സ്വലാത്ത് ചൊല്ലാത്തവരാണെങ്കിൽ ഈ വോയിസ് കൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കും ചൊല്ലാൻ കഴിയട്ടെ. അള്ളാഹുവിനുള്ള തൗഫീക്ക് നൽകട്ടെ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ അത് ചെയ്യാൻ കഴിയണമെങ്കിൽ, അത് നമ്മുടെ പ്രവൃത്തി ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയണമെങ്കിൽ 3 കാര്യങ്ങളാണ് നമുക്ക്. അതായത് ഒന്ന്, നമ്മുടെ ചിന്ത നന്നാകുമ്പോഴാണ് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ വാക്കുകളിലൂടെ വരുന്നത്. നല്ലത് ചിന്തിക്കുമ്പോൾ നല്ല വാക്കുകൾ നമുക്ക് പറയാനുണ്ടാകുന്നു. അങ്ങനെ വാക്കുകൾ നല്ലതാകുമ്പോൾ അത് പ്രവൃത്തി ജീവിതത്തിൽ വരുന്നു, പ്രവൃത്തിയും നല്ലതാകുന്നു. കാരണം ഇതിൻ്റെ തുടക്കം ചിന്തയാണ്. നമ്മളിങ്ങനെ നല്ല കാര്യങ്ങൾ നല്ലത് ചിന്തിക്കുമ്പോൾ നല്ല വാക്കുകൾ ഉടലെടുക്കുന്നു. ആ വാക്കുകൾ പ്രവൃത്തിയായിട്ട് കടന്നു വരുന്നു. എപ്പോഴും നെഗറ്റീവ് പറയുന്നവർ അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകളായി പോകുന്നവർ നെഗറ്റീവായ വാക്കുകളെ വരുള്ളൂ അവരുടെ വായിൽ. അതുപോലെ പ്രവൃത്തിയും നെഗറ്റീവായിരിക്കും. അപ്പം നല്ലത് ചിന്തിക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ നല്ലത് കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നല്ല വാക്കുകൾ നമുക്ക് പറയാനുണ്ടാവും. ധാരാളം നല്ല കാര്യങ്ങൾ പറയാനുണ്ടാവുമ്പോൾ ധാരാളം നല്ല പ്രവർത്തികൾ ചെയ്യാൻ ജീവിതത്തിൽ കഴിയും. അപ്പോൾ അൽഹംദുലില്ലാഹ്, സ്വലാത്ത് എന്ന ആ ഒരു രീതിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് നിങ്ങൾ നല്ല കാര്യങ്ങൾ നല്ലത് ചിന്തിക്കുമ്പോൾ അള്ളാഹുവിനും അള്ളാഹിൻ്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കുറിച്ച് ഒരുപാട് എത്ര നമുക്ക് മദീനയിൽ പോയവരും അല്ലെങ്കിൽ പോകാൻ ഇതുവരെ കഴിയാത്തവരുണ്ട്. അപ്പോൾ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ നമ്മൾ സ്വലാത്ത് ചെല്ലുമ്പോൾ നല്ല ചിന്തകൾ നമ്മൾ കൊടുക്കുമ്പോൾ, അതിനടക്കം നല്ല ചിന്തകൾക്ക് പോലും നമുക്ക് വെറുതെ ഇരുന്നിങ്ങനെ ചിന്തിക്കുമ്പോഴും നല്ലത് ചിന്തിച്ചൂടെ? ആ നല്ല ചിന്തയിൽ നിന്നാണ് നല്ല വാക്കുകൾ ഉടലെടുക്കുന്നത്. ആ വാക്കുകളിൽ നിന്നു കൂടെയാണ് നല്ലൊരു പ്രവൃത്തി നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് സ്വലാത്ത് എന്ന ഈ ഒരു 3 അക്ഷരത്തിൽ നിന്ന് 1000 സ്വലാത്ത് നമുക്ക് പതിവാക്കാനും കഴിയും. കാരണം നമ്മുടെ തുടക്കം നന്നാകുമ്പോഴാണ് ഒടുക്കവും നന്നാവുള്ളൂ. അതിൻ്റെ ഇടയിൽ നമ്മൾ പറയുന്ന ആ വാക്കുകൾ അതിൻ്റെ നടുവിൽ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ തുടക്കം ചിന്തയാണ്. ആ ചിന്ത നമ്മൾ നന്നാക്കുക. നമ്മുടെ ഖൽബ് നന്നാക്കി നമ്മൾ നല്ലത് ചിന്തിച്ചാൽ നല്ലത് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും 1000 സ്വലാത്തിൽ കുറയാതെ എല്ലാവരും ചൊല്ലണം. അള്ളാഹു അതിനെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ.